അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയന്ത്രണം കടുപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അവിടേക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടു പോകുന്നവർക്ക്, തൊഴിലുമായി ബന്ധപ്പെട്ടു പോകുന്നവർക്ക്, മാധ്യമ പ്രവർത്തകർക്കൊക്കെ തന്നെ വിസ വൈകിപ്പിക്കുന്നു. കാരണം നമ്മൾ അത് അവിടെ ചെന്ന് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം. ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ഇന്ത്യയോട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ശത്രുതകൾ കൂടിക്കൂടി വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പൊതുവെയുള്ള വിലയിരുത്തൽ അങ്ങനെയാണ്. ഞാൻ പല എന്താണ് പ്രവാസികളായിട്ടുള്ള അമേരിക്കക്കാരുമായിട്ട് സംസാരിച്ച സമയത്ത് തോന്നിയൊരു കാര്യവും അതുതന്നെയാണ്. വളരെ കർശനമായിട്ടുള്ള നിലപാടുകളാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പൊതുവേ നമ്മൾ ചർച്ച ചെയ്ത് കേൾക്കുന്ന എണ്ണ ഇറക്കുമതി മാത്രമല്ല പ്രശ്നം. എണ്ണ പ്രശ്നം മാത്രമല്ല, മറ്റെന്തോ പ്രശ്നങ്ങളൊക്കെ കൂടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് വളരെ രൂക്ഷമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്നാണ് പൊതുവെ അവരുടെ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം. എന്തായാലും ട്രംപ് നമ്മളെ ഇതുവരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു, മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നുള്ളൊരു ഫീൽ ഇപ്പോൾ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നോബൽ സമ്മാനം കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മൾ പലപ്പോഴും കളിയാക്കാറുള്ള പോലെ അമേരിക്കൻ പ്രാഞ്ചിയേട്ടനാണ് ട്രംപ് എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായിട്ടുള്ള നീക്കങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ കരുതും ട്രംപ് അല്ല കൊണ്ടുവന്നത്. 2020 മുതൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവിടെ ഉണ്ട്, പക്ഷേ അത് കാര്യമായിട്ടൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിൽ കയറി പിടിച്ച് അത് കർശനമായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട മേഖലകളിലാണ് വിദ്യാർത്ഥികൾ അത് ദുരുപയോഗം ചെയ്തു എന്ന് ട്രംപ് പറയുന്നതും അതേപോലെ തന്നെ ആരോപിക്കുന്നതും. പറച്ചിൽ മാത്രമല്ല, ഇതൊരു ആരോപണം കൂടിയാണ്. 1 മാധ്യമരംഗത്ത്, 2 വിദ്യാഭ്യാസ രംഗത്ത്, 3 കാർഷിക രംഗത്ത്. ഈ 3 രംഗത്തും കടന്നു ചെന്ന വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ അവരെ എന്തിനാണോ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് കടന്ന് വല്ലാത്ത തരത്തിൽ അവരുടെ വിസ ദുരുപയോഗം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ ഈ കാലാവധി. എനിക്ക് തോന്നുന്നത് ചൈനയ്ക്ക് 90 ദിവസമായിരുന്നെങ്കിൽ നമുക്ക് 240. അതെ, നമുക്ക് 240 ദിവസം വരെയും അത് ചുരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് കടുത്ത നടപടി തന്നെയാണ്. പക്ഷേ ഇതിനെതിരെ കർശനമായ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട് അമേരിക്കയിൽ തന്നെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉപരിപഠനത്തിന് അല്ലെങ്കിൽ ഗവേഷണത്തിന് ഇതിനൊക്കെ തന്നെ വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകാറുണ്ട്. അപ്പോൾ അമേരിക്കയാണ് പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവിടുത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ തന്നെ ജോലി കിട്ടും. നാസയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്ന ആ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇനി വിസ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ പോകുന്നുണ്ട്. നിരവധി പേർ അവിടെ പോയിട്ട് അവിടെ സെറ്റിലാകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കുറേ അധികം ആളുകൾ പോകുന്നുണ്ട്. അവർക്കെല്ലാം ഈ വിസ നിഷേധിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെ നിലപാട് കർശനമാക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ, വിദ്യാർത്ഥികളൊക്കെ വിചാരിക്കുന്നത് എന്താ, ഈ ഇന്ത്യൻ ഭരണകൂടം നമ്മുടെ തൊഴിലവസരങ്ങൾ, നമ്മളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഇതൊക്കെ ഇല്ലാതാക്കുകയാണ്. സത്യത്തിൽ അത് മാത്രമായിരിക്കുമോ പ്രശ്നം? അല്ല, അങ്ങനെ അതിനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം അമേരിക്ക എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ട്രംപ് എടുത്തിരിക്കുന്ന ഈ സമീപനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക ആവശ്യമുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ പോലെയുള്ള സാധനങ്ങൾ, അതൊക്കെ അതിലൊന്നും ചുങ്കം കാര്യമായ രീതിയിൽ ഉയർത്തിയിട്ടില്ലല്ലോ. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ പാർലെ ബിസ്ക്കറ്റ് നമ്മൾ അതിപ്പോൾ അവിടെ കിട്ടണമെങ്കിൽ 200 രൂപയാവും എന്നാണ് പറയുന്നത് ഒരു ബിസ്ക്കറ്റ്. നമ്മളിവിടെ അതൊരു 20 രൂപയാണ് നീക്കുക. ഇന്ത്യൻ റുപ്പി 200 രൂപ കൊടുത്താലേ ഇപ്പോൾ അമേരിക്കയിൽ ഈ സാധനം കിട്ടുള്ളൂ. അപ്പോൾ പല ആളുകളും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഈ സംഭവങ്ങൾ വരുന്നതൊക്കെ അവിടുത്തെ കച്ചവടക്കാർ മനസ്സിലാക്കിയിരുന്നു. അവർ കുറേയധികം നേരത്തെ വാങ്ങി ഡംപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടക്ക് അവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ തീർന്നേക്കാം എന്നാണ്. അതിനുള്ള സ്റ്റോക്ക് ഇപ്പോൾ അവരുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. 200 രൂപയ്ക്ക് അത് വിൽപ്പന നടത്തിയാൽ അത് വാങ്ങാൻ ആളുണ്ടാവില്ല. അതാണ് അവിടുത്തെ പ്രശ്നം, അതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത് വിൽപ്പന നടത്തുമ്പോൾ അത്രയും രൂപ വരും എന്നാണ് അവർ പറഞ്ഞ് ഞാൻ കേട്ടതും മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യം.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്നതുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് വേണ്ടി ഉപരോധം ഏർപ്പെടുത്തുന്നു, ഇതാണ് പുറത്തു വരുന്ന വാർത്ത. ശരിക്കും റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കാനായിട്ട് ജോ ബൈഡന്റെ ഭരണകാലത്താണ് നമുക്ക് അനുമതി തന്നത്. നമ്മൾ ഇതേ എണ്ണ മേടിച്ചിട്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം അമേരിക്കയിൽ തന്നെ ചില നേതാക്കൾ പറയുന്നത് നമ്മൾ ഈ പണം കൊടുക്കുന്നതുകൊണ്ടാണ് റഷ്യക്ക് ആയുധം മേടിക്കാനും ഉക്രൈനെ ആക്രമിക്കാനും സാധിക്കുന്നത്. പക്ഷേ നമ്മൾ തന്നെ ഈ എണ്ണ ഉക്രൈനും വിൽക്കുന്നുണ്ട്. അപ്പോൾ റഷ്യ എന്ന് പറയുന്ന ശത്രുവിൽ നിന്ന്, ഉക്രൈൻ്റെ ശത്രുവിൽ നിന്ന് എണ്ണ മേടിച്ച് ഇന്ത്യ പ്യൂരിഫൈ ചെയ്തിട്ട് ശത്രുവായി ഉക്രൈന് കൊടുക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഉക്രൈൻ്റെ ടാങ്കുകൾ ബാക്കി യുദ്ധ വാഹനങ്ങൾ ഓടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ത്യ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, സാധാരണ ഈ യുദ്ധം ഉണ്ടായാൽ എണ്ണയ്ക്കായിരിക്കും ആദ്യം വില കൂടുതൽ, പ്രത്യേകിച്ച് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്താണെങ്കിൽ. ഈ രാജ്യങ്ങളിൽ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നമുക്കിത് ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ റഷ്യയുമായിട്ടുള്ള ആ കരാറിൽ ഏർപ്പെട്ടേക്കുന്നുണ്ടാവും. നമ്മൾ ഇറാനുമായിട്ടും വെനസ്വേലയുമായിട്ടും എണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞിട്ട് അമേരിക്ക തിട്ടൂരം ഇറക്കി നമ്മൾ കേട്ടു. ഇപ്പോൾ റഷ്യയുമായിട്ടും മേടിക്കരുതെന്ന് പറയുമ്പോൾ അവർ റിഡക്ഷൻ റേറ്റ് നമുക്ക് തരുന്നു, നമുക്കതിനകത്ത് ലാഭമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു നീക്കം മാത്രമാണ് എന്നാണ് പുറമേ അറിയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ സാമ്പത്തികപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിലെ വാസ്തവം. ചൈനയുമായിട്ട് റഷ്യ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ്. സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള സാധ്യത ഇന്ത്യക്കും ചൈനയ്ക്കും ഉണ്ട്. കാരണം ഈ വരുന്ന ഒരു കാലം, നമ്മളൊരു 10-15 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളതാണ്. കാരണം ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തിനുള്ള ഉപാധിയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്ത് നമ്മൾ കരുതിയിരുന്ന അങ്ങനെയല്ല. ഈ ഉപഭോക്താക്കളുടെ എണ്ണം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണിയും വറുതിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള വിഭവങ്ങൾ ഇല്ലാതെ വരികയും അങ്ങനെ കടുത്ത ദാരിദ്ര്യം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയാണ് അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്, സാമ്പത്തിക നട്ടെല്ലെന്ന് പറയുന്നതിനിടയിൽ ഈ ഉപഭോഗ സമൂഹമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള ശേഷി എന്ന് വെച്ചാൽ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഉള്ള ഒരു പ്രദേശത്തിനാണ് കൂടുതൽ വികസന സാധ്യത എന്നതാണ് പുതിയ സാമ്പത്തിക ക്രമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും. ഇതിൽ അമേരിക്ക കൂടുതൽ പരാജയപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മത്സരത്തിൻ്റെ മേഖലകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പിടിച്ചു കെട്ടാനായിട്ട് അമേരിക്കയ്ക്ക് പറ്റില്ല എന്ന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുമായിട്ട് അടിയുണ്ടാക്കാനോ ഇന്ത്യയെ ഉപദ്രവിക്കാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, നിർത്തൂ. അതൊരിക്കലും നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യമായിരിക്കും അറിയാം. കാരണം നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് റഷ്യയുടെ എണ്ണ വാങ്ങലെന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, സംസ്കരിക്കുന്നുണ്ട്, സംസ്കരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വിലക്ക് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടപടികളൊക്കെ. എന്നുവെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ശക്തമായിട്ടുള്ള സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ മറ്റെന്തെങ്കിലും രീതികളിലോ കാര്യങ്ങൾ ചെയ്യുന്നതിനോ വേണ്ടി പിടിക്കുന്നത് എവിടെയാണ്? ഈ വിദ്യാർത്ഥികളുടെ വിസയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിസ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിക്കുറക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ പറയുന്നത് ഇതാണ്, നിങ്ങളൊക്കെ ദുരുപയോഗം ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് പ്രശ്നം. അതായത് ഒന്നും ഡയറക്റ്റ് അല്ല. എന്ത് നടപടിയും നമുക്കെതിരായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ടുള്ള ഒരു നടപടിക്രമമല്ല, വേറെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം അമേരിക്കയിൽ തന്നെ വിദഗ്ധർ പറയുന്നത് എന്താ വെച്ചാൽ അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന രീതിയിലാണ് ഈ ഗവേഷകർക്കുള്ള വിസ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ മാധ്യമ സ്വാതന്ത്ര്യത്തെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ തീരുമാനങ്ങൾ രാജ്യത്തേക്ക് വരുന്നവരുടെ മേൽ നിരീക്ഷണം ഏർപ്പെടുത്താനെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് വിദഗ്ധർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 10 ദിവസവും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച നടത്താം. ഈ ചർച്ചയ്ക്ക് ശേഷം നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അങ്ങനെ ട്രംപിന് വഴങ്ങേണ്ടി വരും. കാരണം ട്രംപിന് ഒറ്റയ്ക്ക് പെട്ടെന്ന് ഈ തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഇയാൾ ആദ്യമേ പ്രസ് മീറ്റ് നടത്തി ഇങ്ങനെയുള്ള ഭീഷണികൾ മുഴക്കും. പിന്നീട് അവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ ആ പറയുന്ന സർക്കാർ അതൊന്ന് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. ഇപ്പം വരുന്ന വിവരം ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് ഇത് ആലോചിക്കാമെന്നൊരു സാധനം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ നീക്കം പൂർണ്ണമായിട്ടും വിജയിക്കാൻ സാധ്യതയില്ലായിരിക്കും. അല്ല, ട്രംപ് കയറി അങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ട്രംപിൻ്റെ ഈ മുൻകോപം പോലെയുള്ള അടിയെന്ന് പറയുന്നത് പതുക്കെ പിൻവലിക്കും. എന്നിട്ട് കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അമേരിക്കയ്ക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ഈ ഗവേഷക വിദ്യാർത്ഥികളെ അമേരിക്കയിലേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ
അവരുടെ ഭൂതകാലത്തെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഇപ്പോൾ ജർമ്മനിയിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ മൈഗ്രേഷൻ നടക്കുമ്പോഴാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നത്. അവർ വരികയും അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള ഈ ആറ്റം ബോംബ് എന്ന് പറയുന്ന സാധനം അമേരിക്കയുടെ കയ്യിൽ എത്തിച്ചേരുന്നത്. അമേരിക്കയ്ക്ക് അത് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഈ ഗവേഷക വിദ്യാർത്ഥികളെ പോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഓടിയെത്തിയ ആളുകളാണ് അമേരിക്കയിൽ നിന്ന് ഗവേഷണം നടത്തി അതെല്ലാം കണ്ടുപിടിക്കുന്നത്. പല കണ്ടുപിടുത്തത്തിൻ്റെയും കേന്ദ്രം അമേരിക്കയായിട്ട് മാറിത്തീർന്നതും ഇങ്ങനെയാണ്. അല്ലാണ്ട് അമേരിക്കയിൽ ജനിച്ചു വളർന്ന അമേരിക്കക്കാരനിലൂടെ അല്ല അത് സംഭവിച്ചിട്ടുള്ളത്. ഇത് മുഴുവനും നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ട്രംപ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ക്യാപിറ്റലായിട്ട് അമേരിക്കയെ മാറ്റി തീർക്കുന്നത് മൈഗ്രേഷൻ, അതേപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥികളെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ട് കടന്നു വരാനായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള, എന്നുവെച്ചാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില ടേംസൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഫലമായിട്ടാണ് അമേരിക്കയ്ക്ക് ഒരു ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ അങ്ങനെ ലഭ്യമായത്. അതൊക്കെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്ന് വരികയാണ്? ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ വിമർശകർ, എന്നുവെച്ചാൽ ക്രിട്ടിക്സ് ഓഫ് അമേരിക്കയിലെ വിമർശകർ പറയുകയാണ് ഇത് അമേരിക്കയ്ക്ക് സൽപ്പേര് നഷ്ടപ്പെടുന്നതാണ്. അമേരിക്കയുടെ ഗുഡ് വില്ലാണ് തകർന്നു പോകുന്നത്. ഇതായിരുന്നില്ല അമേരിക്ക ലോകത്തിന് മുഴുവനും പല കാര്യങ്ങളിലും മാതൃകയായിട്ട് നിന്നിരുന്നതിൽ ഒന്ന് ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതായിട്ടുള്ള ആളുകളെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ. ആ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഗവേഷണ സ്വഭാവമുള്ള വിദ്യാർത്ഥികളെ ഒക്കെ അമേരിക്ക കൂടുതൽ സ്വീകാര്യത നൽകി, അവിടെ സ്ഥാനം നൽകി, അവരെ കൊണ്ട് ഗവേഷണം നടത്തിച്ച് വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വിസ നിയന്ത്രണത്തിൽ ഇനി എന്ത് തീരുമാനമായിരിക്കും അന്തിമമായി ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.